പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ്. അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിന് മനസ്സ് എന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവര്, വിദേശ യാത്ര ചെയ്യുന്നവര്, കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യം പിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ധ്യാനിക്കുന്ന ഒരു വാക്കാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. ഞാൻ തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 2 തിമോത്തിയാണ് 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഇപ്പം എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആശയതലമാണ്. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞെടുത്തോളൂ ഈ അപ്പോസ്തലൻ പറയണതാണ്. പൗലോസ് അപ്പോസ്തലൻ്റെയൊക്കെ ക്രിസ്റ്റോളജിയുടെ ചില പരിമിതികളെന്ന് പറയണത് അദ്ദേഹം ഒരു ലേറ്റർ എൻട്രിയാണ്, ഇടയ്ക്ക് വന്ന ആളാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ മുഴുവനും പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും ഇത് പഴയ നിയമമാണ് ഇങ്ങേര് അവലംബിക്കണമെന്ന് മനസ്സിലാവും. പഴയ നിയമമാണ് അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കുന്നതെല്ലാം മോസസിൻ്റെ അബ്രാഹത്തിൻ്റെയും ദൈവത്തെയാണ് പലപ്പോഴും അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ മോസസിൻ്റെയും എബ്രാഹത്തിൻ്റെയും ദൈവം കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിന് ദൈവം വരുന്നുണ്ട്. അത് പുള്ളിക്ക് അത്ര കണ്ട് പിടിയില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോർക്കും അച്ഛൻ ഇങ്ങനെ പറയണത് യേശുക്രിസ്തുവിൻ്റെ ദൈവം എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ അവസാന വാക്കാണ്. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയണത്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അത് എബ്രാഹത്തിന് കൊടുത്ത വെളിപാടിൻ്റെയും മോസസിന് കൊടുത്ത വെളിപാടിൻ്റെയും പിന്തുടർച്ചയാണ് ആ പറയണത്. പക്ഷേ പുതിയ നിയമത്തിൽ എങ്ങനെ പറയണത്? പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വിശ്വസ്തനായിരുന്നു അല്ലേ? പക്ഷേ പ്രയോഗത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നില്ല. അപ്പോൾ നിങ്ങളോർക്കും അച്ഛൻ പറയുന്ന പാഷാണ്ഡതയല്ല. ഈ ആബ്സെൻസ് ഓഫ് ഗോഡ് പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു വിശ്വാസിയുടെ PhDയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ബിരുദാനന്തര ബിരുദമില്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താണത്? ദൈവം അവിശ്വസ്തനായിരുന്നാലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയണത് ദൈവം അവിശ്വസ്തനാണെന്ന് അല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ കാണപ്പെടാവുന്നതാണ്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞങ്ങൾ പരാജയപ്പെട്ടവരായിട്ട് കാണപ്പെട്ടാലും നിങ്ങൾ വിജയിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 13:7 ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരീക്ഷ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. അപ്പോൾ അത് കാണപ്പെടാന്ന വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ? കാരണം ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാൽ, അതായത് ഒരു പ്രതീതി നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഒരു പ്രതീതി നമുക്കുണ്ടായാലും നമ്മളെന്ത് ചെയ്യണം? അതിലൊരു നമ്മൾ യുദ്ധം തോക്കരുത്. മനസ്സിലായാ? ഇപ്പം അശുദ്ധ മഹാധ എന്ന് പറഞ്ഞ കുരുക്ഷേത്ര യുദ്ധത്തിലില്ലേ, കുഞ്ചര എന്ന് പതുക്കെ പറയത്തുള്ളൂ.
ആ അശുദ്ധാത്മാവ് മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പാളയത്തിൽ പടയായി നിർവീര്യമായി ആൾക്കാർ അണികളിൽ അന്തശുദ്ധരായി അങ്ങനെ പോകരുത്. അതാണ് ഞങ്ങൾ പരാജയപ്പെട്ടവരായി കാണപ്പെടാൻ ചെയ്തത്. പിശാച് ചിലപ്പോൾ അങ്ങനെ കാണിക്കും നമ്മളാണ്. അല്ല, ദൈവം തന്നെ അങ്ങനെ ഒരു പ്രലോഭനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോഴും എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വിജയിച്ചവരായി നിങ്ങൾ വിജയിക്കണം. അപ്പോൾ ചില സമയത്ത് ദൈവം നമ്മളെ കൈവിട്ടതായിട്ട് കാണപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് മൈ പോയിൻറ്റ്. അതായത് ദൈവം ഇപ്പം യേശുവിൻ്റെ ഏറ്റവും വലിയ ആന്തരികമായ ആത്മവിശ്വാസം എന്തായിരുന്നു? പിതാവ് എപ്പോഴും എന്നോട് കൂടി ഉണ്ട്, ഞാൻ ഏകനെല്ലാം തന്നെയാണ്. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു എങ്കിലും ഞാൻ ഏകനല്ല. യേശുവിന്റെ കോൺഷ്യസ് കണ്ട, എങ്കിലും ഞാൻ ഏകനല്ല. കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. പിതാവ് എന്നോട് കൂടെയുണ്ട്. അതാണ് യേശുവിന്റെ ആന്തരിക ബോധ്യം. അപ്പം നിങ്ങളൊക്കെ അവിശ്വസ്തരായിരുന്നാലും വിശ്വസ്തനായ പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ കുരിശിന് വില ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് ആബ്സെൻസ് ഓഫ് ഗോഡ് ഉണ്ടാവും. പിതാവുണ്ട്, പക്ഷെ നമുക്ക് അനുഭവവേദ്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലേ ശിഖ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ നിരീശ്വരവാദിയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സമാധാനമാണ്, ഞങ്ങൾക്ക് ജീവിക്കാനും മാർഗമില്ല. അപ്പോൾ എനിക്കൊരു പ്രയോജനമില്ലാത്ത ദൈവത്തെ ഞാനെന്തിനാണ് വിശ്വസിക്കണമെന്നാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത്, അവളുടെ അമ്മ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ പറയാത്ത ഒരു രഹസ്യ രോഗം, അവളുടെ രോഗം അമ്മ ഉടമ്പടിയിൽ എഴുതി വെച്ച്. അവളോട് പറഞ്ഞില്ല. അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അമ്മയെ കളിയാക്കും. പക്ഷേ അമ്മ വന്നപ്പോൾ അവളോട് പറഞ്ഞു, നിൻ്റെ ഈ അസുഖം ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വർഷങ്ങൾ രോഗമുള്ള രോഗം അപ്പം സ്റ്റോപ്പായി. അതോടുകൂടി അവൾ വന്ന് ഉടമ്പടി എടുത്ത്. അതാണ് പെട്ടെന്നാണ്. പക്ഷെ ആ നിലപാട് ആരോഗ്യകരമല്ല. കാര്യം എനിക്ക് അനുഭവവേദ്യമാകുന്നില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമല്ലല്ലോ അത്. ദൈവം വിശ്വാസമായിരിക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ വിശ്വാസത്തിന് വിലയുള്ളതിൻ്റെ കാരണം, നമ്മുടെ വിശ്വാസത്തിന് വില ഇങ്ങനെ കൂടും ചില സമയത്ത്. എപ്പോഴാണ് കൂടുമെന്നറിയാമോ? ചില സമയത്ത് ദൈവം അവിശ്വസ്തനായിട്ട് കാണപ്പെടും. നമ്മുടെ ഒരു പ്രാർത്ഥനയും കേൾക്കപ്പെടാത്ത പോലെ ദൈവം അവിശ്വസ്തനാണെന്ന് നമ്മൾ കാണപ്പെടും. ദൈവം ഇല്ലെന്ന് നമുക്ക് തോന്നും. അപ്പോഴും നമ്മൾ വിശ്വാസത്തോടെയും വിശ്വസ്തയോടെയും നിന്ന് കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന് ഭയങ്കര വില. അപ്പം നമ്മുടെ വിശ്വാസം തീ പിടിച്ച വിലയുള്ളതാക്കാനും മൂല്യവത്താക്കാൻ വേണ്ടിയാണ് ഈ ആബ്സെൻസ് ഓഫ് ഗോഡ് വരണത്. എപ്പോഴും ഓർത്തേക്കാം. അതുകൊണ്ടാണ് ആ വചനം തിരിച്ചിട്ട് വായിക്കേണ്ടതാണ്. എന്താണ്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുമെന്ന് പറയണ പോലെ തന്നെയാണ് അവിശ്വസ്തനായി ചില സമയത്ത് കാണപ്പെടാം. അത് നമ്മളാൾക്ക് ദൈവം അവിശ്വസ്തനായതുകൊണ്ടല്ല, നമ്മൾക്ക് നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ കാണപ്പെടുന്നതാണ്, അങ്ങനെ അനുഭവപ്പെട്ടാലും പിതാവേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചെന്ന് ഈശോ ചോദിക്കണില്ലേ? അപ്പോൾ ഈശോയ്ക്ക് അതുപോലെ ആബ്സൻസ് ഫീൽ ചെയ്ത്, എന്നിട്ട് ഈശോ എന്ത് പറഞ്ഞു? ഐ കമൺ മൈ സ്പിരിറ്റ്. അപ്പോൾ ദൈവം അവിശ്വസ്തനായി കാണപ്പെട്ട് നമ്മുടെ ഒരു പരിമിതി കാരണം, ഈശോയുടെ തീവ്രമായ വേദന കാരണമാണ് ഈശോയ്ക്ക് ദൈവത്തെ ഫീൽ ചെയ്യാഞ്ഞത്. അപ്പോഴും അവിശ്വസ്തനായി കാണപ്പെട്ട് തോന്നി. അപ്പോഴും ഈശോ എന്താ ചെയ്തത്? ഈശോ തൻ്റെ വിശ്വാസത്തെ, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിച്ചപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ അവസാനത്തെ വാക്കായി ഈശോ. അപ്പം നമ്മുടെ വിശ്വാസം മൂല്യവത്താകാൻ വേണ്ടി ഇങ്ങനെ ചില ഡാർക്ക് ഹോളിലൂടെ ചില സമയത്ത് നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ജാഗ്രത ഉണ്ടായാൽ മതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. അല്പസമയം ഇന്നത്തെ വണക്കമാസ ധ്യാന ചിന്ത നമുക്ക് ശ്രവിക്കാം. ഇന്ന് മെയ് മാസം 3-ാം തീയതി പ്രത്യേകമായിട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പിറവിയെക്കുറിച്ചാണ് നമ്മൾ വണക്കത്തിൽ ധ്യാനിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പിറവിയോടനുബന്ധിച്ച് സഭയിൽ പ്രധാനമായിട്ട് നമുക്കറിയാം 3 തിരുനാളുകൾ സഭ കൊണ്ടാടുന്നുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ സെപ്റ്റംബർ 8, പിന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാളുണ്ട്. അതുകൂടാതെ തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മംഗളവാർത്താ തിരുനാളുണ്ട്. ഇത് 3 പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനവുമായിട്ട് 2 ആദ്യം ഞാൻ പറഞ്ഞത് നേരിട്ട് ബന്ധമുള്ളതും 3-ാമത് വേറെ അർത്ഥത്തിൽ ആധ്യാത്മികമായി ബന്ധപ്പെട്ടതാണ്. നവംബർ മാസത്തെ 21-ാം തീയതിയിലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സമർപ്പണ തിരുനാളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ ഒരു പിറവിയോട് തൊട്ടടുത്ത് കൂട്ടി വായിക്കാവുന്ന ബന്ധമുള്ള മറ്റൊരു തിരുനാളാണ്. ഇന്ന് വണക്കത്തിൽ പ്രധാനമായിട്ട് 3 ചിന്തകളാണ് പ്രധാനമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്നാമതായിട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് സ്വർഗം സന്തോഷിച്ചു എന്നുള്ള വലിയൊരു രഹസ്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മെയ് മാസം മുഴുവനും പരിശുദ്ധ ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ പുണ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വണക്ക ചിന്തയിലൂടെ ധ്യാനിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ധ്യാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഓരോരോ വണക്ക വായനയും വണക്ക ചിന്തയും കഴിയുമ്പോൾ ഈ പരിശുദ്ധ ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കാൻ, അതുമല്ലെങ്കിൽ സ്വായത്തമാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് സ്വർഗം സന്തോഷിച്ചു എന്നുള്ളത്. സ്വർഗം സന്തോഷിച്ചു എന്ന് പറയുമ്പോൾ ഇന്നത്തെ വണക്ക ചിന്തയിൽ നമ്മൾ വായിക്കുന്നത് ത്രിയേക ദൈവത്തിന് ഉണ്ടായ സന്തോഷത്തെ പറ്റിയാണ്. സ്വർഗീയ പിതാവ് സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ പരിശുദ്ധ ദൈവമാതാവിനെ പ്രതി അത്യധികം ആഹ്ലാദിച്ചു എന്നാണ് ആദ്യം നമ്മൾ വണക്കത്തിൽ വായിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉദരത്തിൽ ദൈവകുമാരൻ ജനിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു സന്തോഷത്തെ പറ്റിയാണ്. മൂന്നാമതായിട്ട് ദൈവിക കൃപ ഉൾക്കൊള്ളുന്ന ഒരു ആലയമായി പരിശുദ്ധ ദൈവമാതാവിനെ ഉയർത്തുന്നതിൻ്റെ ആ ഒരു വലിയ പരിശുദ്ധാത്മാവ് സന്തോഷത്തെ പറ്റിയാണ് ധ്യാനിക്കുന്നത്. ഇത് 3 ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന വചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 30-ാം തിരുവചനമാണ്. വചനം ഇപ്രകാരമാണ്: പരിശുദ്ധ ദൈവമാതാവിനോട് മംഗളവാർത്ത സന്ദേശം കൈമാറുമ്പോൾ ദൈവദൂതൻ പറയുന്നത് ഇപ്രകാരമാണ്: മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവ തിരുസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി ദൈവപിതാവ് പറയേണ്ട ഒരു വാക്ക് ഇതാണ്: മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട. നിൻ്റെ വിഷയത്തെ പ്രതി, നീ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത ദുരിതങ്ങളെ പ്രതി നീ വിഷമിക്കേണ്ട. നീ ദൈവകൃപ കണ്ടെത്തിയിരിക്കുന്നു. അതെ, ദൈവ തിരുസന്നിധിയിൽ കൃപ കണ്ടെത്തുകയാണ് ജീവിതത്തിൽ ഭയപ്പെടാതെ മുമ്പോട്ട് പോകാനുള്ള പോംവഴി എന്നാണ് വിശുദ്ധ ലൂക്കാസ് വിശേഷകൻ 1-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. മരിയൻ ഉടമ്പടിയിൽ നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന ഓരോരോ നിബന്ധനകളുമെല്ലാം ഈ ദൈവ തിരുസന്നിധിയിൽ കൃപ കണ്ടെത്താൻ, അതുമല്ലെങ്കിൽ നമ്മുടെ ആസ്തി വർദ്ധിപ്പിക്കാനുള്ള പോംവഴിയാണ്. ഇങ്ങനെ ആസ്തി വർദ്ധിപ്പിക്കുമ്പോഴാണ് ഒരു ദൈവ പൈതൽ അധികാരം പ്രാപിച്ച് വലിയ സാക്ഷ്യം പറയാനുള്ള കൃപ നേടുന്നത്. അതാണ് ഒന്നാമതായിട്ടുള്ള ധ്യാന ചിന്ത. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ഭൂലോകത്തിന്, അതുമല്ലെങ്കിൽ പാപികളായ നമുക്കവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായ വലിയൊരു പ്രതീക്ഷയെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം,
പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തോടുകൂടി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന, നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ 4000 കൊല്ലത്തോളം ആദി മാതാപിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത ആ ഒരു വാഗ്ദാനത്തിൻ്റെ തൊട്ട് അടുത്തെത്തി. അവർ ഒരുപാട് സന്തോഷിച്ചു. കാരണം ഈ പരിശുദ്ധ ദൈവമാതാവിനെയാണ് ഈ ലോകത്ത് ജനിച്ച സ്ത്രീകളിലും ഒപ്പം തന്നെ ജനിക്കാനിരിക്കുന്ന സ്ത്രീകളിലും വെച്ച് ഏറ്റവും ഭാഗ്യവതിയായി ദൈവ പിതാവ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ അമ്മയുടെ ജനനം ഭൂലോകത്തിന് മൊത്തം വലിയ സന്തോഷം ഉളവാക്കുന്നതാണ്. കാരണം ഇവളിലൂടെയാണ് ദൈവകുമാരൻ ആ ജന്മം നൽകുന്നതിലൂടെ വലിയ രക്ഷണീയ കൃത്യം ഭൂമിയിൽ നടപ്പിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭൂലോകത്തിന് വലിയൊരു പ്രതീക്ഷയായിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ ആവർത്തിച്ച് ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ അമ്മേ, ഉഷകാല നക്ഷത്രമേ, അതുമല്ലെങ്കിൽ പ്രഭാത നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അതായത് നീതി സൂര്യനായ ഈശോ ഈ ലോകത്തിൽ പിറക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം തുറന്നിട്ട ഒരു പ്രഭാത നക്ഷത്രം, അതുമല്ലെങ്കിൽ വഴികാട്ടിയാണ് പരിശുദ്ധ ദൈവമാതാവ്. ഈ ഒരു ധ്യാനചിന്ത പ്രത്യേകമായിട്ട് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനം വെളിപാടിൻ്റെ പുസ്തകമാണ്. ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു വചനമുണ്ട്. വെളിപാട് 2-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: വിജയം വരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവനും ഞാൻ അധികാരം നൽകും. തുടർന്ന് വചനത്തിൽ നമ്മൾ 28 വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്: ഒരു പുലർക്കാല നക്ഷത്രത്തിൻ്റെ അധികാരമായിരിക്കും ഞാൻ അവന് കൈമാറാൻ പോകുന്നത്. അപ്പോൾ ഈ പരിശുദ്ധ ദൈവമാതാവിന് കൈവന്ന ഈ ഒരു അധികാരം വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും സ്വായത്തമാക്കാൻ പറ്റും എന്നുള്ളതാണ് വചനം നമുക്ക് മുമ്പിൽ തുറന്നിടുന്ന ഒരു വലിയ സന്തോഷ വാർത്ത എന്നുള്ളത്. അതായത് വിജയം വരിക്കാൻ നീ റെഡിയാണോ? അവസാന ശ്വാസം വരെ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ നീ റെഡിയാണോ? തീർച്ചയായിട്ടും ഈ അധികാരദണ്ഡ് നമുക്കും സ്വായത്തമാക്കാൻ പറ്റും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ സാക്ഷ്യം ഈ ഒരു പ്രത്യേകമായിട്ട് ധ്യാനചിന്തയെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ അൾത്താരയിൽ നടന്നു. മറ്റൊന്നുമല്ല, ആലുവയിൽ നിന്ന് ഒരു ടീച്ചർ ഒരു മകളെ കൊണ്ടുവന്നു. അപ്പോൾ ഈ മകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ആ സാക്ഷി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മകളുടെ പ്രത്യേകത തീർത്തും ദരിദ്രക്കയത്തിൽ നട്ടം തിരിയുന്ന ഒരു കുടുംബമാണ്. തീർത്തും ദരിദ്രമായൊരു കുടുംബം. അപ്പൻ വയ്യാതെ കിടക്കുന്നു. വിദേശത്തായിരിക്കുന്ന ഭർത്താവിന് തുച്ഛമായിട്ടുള്ളൊരു വരുമാനമുണ്ട്. 5ഉം 3ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുള്ള ഒരമ്മ പൊടുന്നനെയാണ് ഒരു സുപ്രഭാതത്തിൽ അറിയുന്നത് ക്യാൻസർ രോഗം വന്നു, ഇനി ജീവൻ കൈവിട്ടുപോയി എന്ന്. അപ്പോൾ ഈ മകള് കരഞ്ഞുകൊണ്ട് ഹൃദയം പൊട്ടി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഇനി ഞാൻ ജീവിക്കുമോ? അപ്പോൾ ഡോക്ടർ മുഖത്തടിച്ച പോലെ മറുപടി പറയും, ക്യാൻസർ ഈസ് ഇൻക്യൂറബിൾ, ഇത് സുഖപ്പെടാൻ പറ്റാത്തൊരസുഖമാണ്. അതായത് നിങ്ങൾ പ്രതീക്ഷ വയ്ക്കണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇവർ പരിചയമുള്ള എല്ലാവരോടും പറയും, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണം, ദയവ് ചെയ്ത് എനിക്ക് ആരുമില്ല എന്നുള്ള രീതിയിലാണ് ഈ മകൾ ഈ വിഷയം പറയുന്നത്. ഇത് ഡെയ്സി എന്നൊരു ടീച്ചറിനോടും, ഡെയ്സി എന്ന് തോന്നുന്നു ആ ടീച്ചറിൻ്റെ പേര്, ആ ടീച്ചറിനോടും ഇതേപോലെ പറഞ്ഞു, മിസ്സേ ഇതേപോലെ ഇങ്ങനൊരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, എനിക്ക് വേറെ ആരോടും പറയാനില്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളണം. ഇതാണ് ഈ അമ്മയ്ക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഈ മിസ് സാക്ഷ്യത്തിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചെയ്തത് പ്രകാരമാണ്. ഇങ്ങനെ ആരോഗ്യം തീർത്തും ക്ഷയിച്ചിരുന്ന ഈ ക്യാൻസർ രോഗിയായ ഈ യുവതിയായ മകളെയും കൂട്ടിക്കൊണ്ട് കൃപാസനത്തിൽ കടന്നു വരികയാണ്. അപ്പോൾ ഈ മകള് കൃപാസനത്തിലോട്ട് കടന്നു വരുമ്പോൾ 2 കാലിൽ നിറയെ നീരാണ്. അപ്പോൾ ഈ ആലയത്തിലോട്ട് കടന്നു വന്ന് ഈ പരിശുദ്ധ അമ്മയുടെ നടയിൽ മുട്ടുകുത്തിയൊന്ന് പ്രാർത്ഥിച്ച്, കാല് വലിയ വേദന ആയതുകൊണ്ടൊന്ന് നിവർത്തിയതേ ഉള്ളൂ. കാല് നോക്കിയപ്പോൾ നീര് അപ്രത്യക്ഷമായിരിക്കുന്നു. അതായത് കൃപാസനത്തിൽ കാലുകുത്തിയ ഉടനെ ആ മകളുടെ ക്യാൻസർ രോഗത്തിന് പരിശുദ്ധ ദൈവമാതാവിന് വലിയ ഇടപെടലുണ്ടായി, ദൈവിക ഇടപെടലുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല,
ഈ ഒരു ടീച്ചറിൻ്റെ, ഈ ഒരു മിസ്സിൻ്റെ വലിയൊരു അഭിഷേകത്തോടു കൂടിയുള്ള ഇടപെടലാണ് ഈ മകളെ ഈ സാക്ഷ്യപീഠത്തിൽ എത്തിച്ചത്. അത് വെളിപാട് 22 അധ്യായം 26 മുതൽ 28 വരെയുള്ള തിരുവചനമാണ്. വിജയം വരിക്കുന്നവന് ഞാൻ പുലർക്കാല നക്ഷത്രത്തിൻ്റെ ഒരു അധികാരം നൽകും. അത് മരിയൻ ഉടമ്പടിയിലെടുത്തിരിക്കുന്ന നമുക്കെല്ലാവർക്കും സ്വായത്തമാക്കാവുന്നതാണ്. ഒന്ന് മാത്രം, അതിനൊരു കണ്ടീഷനുണ്ട്. ഒന്ന്, വിജയം വരിക്കുന്നവരാകണം. 2, അവസാനം വരെ കർത്താവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് മരിയൻ ഉടമ്പടിയിൽ എപ്പോഴും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയും, നിങ്ങൾ നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ റെഡിയാണോ? തീർച്ചയായിട്ടും സമയച്ചുരുക്കുമെന്ന പ്രതിഭാസം വേഗം നടക്കും. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്, അതായത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തോടനുബന്ധിച്ച്, അതായത് നരകത്തിൽ ഉണ്ടായ വലിയ ഭയത്തെ പറ്റിയാണ്. പരിശുദ്ധ ദൈവമാതാവിനെ എവിടെയെല്ലാം പ്രതിഷ്ഠിക്കുന്നുവോ അവിടെയെല്ലാം സാത്താൻ ഭയന്നു വിറയ്ക്കും. ഇവിടെ എത്രയേറെ പൈശാചിക തിന്മകളാണ്, സാത്താൻ്റെ അടിമത്തങ്ങളാണ് പ്രതിദിനം അഴിഞ്ഞു മാറപ്പെടുന്നത്, അതുമല്ലെങ്കിൽ പരിശുദ്ധ ദൈവമാതാവ് കാൽക്കീഴിലാക്കുന്നത്. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ പ്രതിദിനം ഈ അൾത്താരയിൽ ശ്രവിക്കുന്നത്. അത് ഉൽപ്പത്തി 3:15 തിരുവചനമാണ്. എന്താണത്? നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും, അവൻ നിന്റെ തല തകർക്കും. പരിശുദ്ധ ദൈവമാതാവിന് ദൈവപിതാവ് പ്രത്യേകമായിട്ട് ഈ സാത്താനെതിരെ പോരാടുവാൻ, അവനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കാൻ അധികാരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മരിയൻ ഉടമ്പടി എന്നുള്ള ഒരു വലിയ ആശയം തന്നെ ഇത്രയേറെ പ്രചാരം നേടിയത്. കാരണം പരിശുദ്ധ ദൈവമാതാവ് ദൈവകൽപ്പനകൾ പാലിക്കുന്നവരോട്, അതുമല്ലെങ്കിൽ സാക്ഷ്യജീവിതം നയിക്കുന്നവരോട് സന്ധിയില്ലാതെ കൂടെ നിന്ന് പോരാടി അവരുടെ ഏതറ്റം വരെയും അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പരിശുദ്ധമ്മയാണ്. നമ്മുടെ യാതൊരു യോഗ്യതയും നോക്കാതെയാണ് പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ വിഷയത്തിൽ അത് ഇടപെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മദ്യപാനിയ ഒരു മകൻ ഇവിടെ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞ പ്രകാരമാണ്. ഭാര്യയും ആയിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. കുഞ്ഞു മകളുമുണ്ട് കൂടെ. അപ്പോൾ ഭാര്യ ഉടമ്പടി എടുക്കാൻ കയറുമ്പോൾ ഈ മകൻ ചെയ്ത് പ്രകാരമാണ്. ഈ മകൻ അടുത്തുള്ള ബാറിൽ പോയി മൂക്കറ്റം കുടിച്ചു വീട്ടിൽ പോയി. അങ്ങനെയാണ് ആദ്യത്തെ സംഭവം നടക്കുന്നത്. പക്ഷേ ആ മകൻ ഇവിടെ വന്നു, കാല് കുത്തി എന്നുള്ള ഒറ്റ കാരണത്താൽ, വൈഫിൻ്റെ ഉടമ്പടിയുടെ യോഗ്യതയാൽ ഈ മകനെ പരിശുദ്ധ ദൈവമാതാവ് നേരിട്ട് പോയി ഭവനത്തിൽ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുകയാണ്, നീ കൃപാസനത്തിലോട്ട് വാ എന്ന് പറയും. ഈ മകൻ കൃപാസനത്തിലോട്ട് കടന്നു വന്ന് 2 വർഷത്തോളം പൂർണ്ണമായി മദ്യം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാണ് മൈക്കെടുത്ത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത്. അത് പരിശുദ്ധ ദൈവമാതാവ് നേരിട്ട് ഇടപെട്ട് കൃപാസനത്തിൽ കൂട്ടിക്കൊണ്ട് വന്ന് ഈ മകനെ നേരിട്ട് വിളിച്ച് ഉടമ്പടി എടുപ്പിച്ച് സാക്ഷ്യപീഠത്തിൽ നിർത്തിയ സാക്ഷ്യം. ഒരു സാക്ഷ്യമല്ല, ഒറ്റപ്പെട്ട സാക്ഷ്യമല്ല, മെറിറ്റ് നോക്കാതെ അനേകം മക്കളുടെ ജീവിതത്തിലാണ് ഈ ഒരു സാക്ഷ്യം നമ്മൾ പ്രതിദിനം ഇങ്ങനെ ഇത്തരത്തിൽ സാത്താൻ നിബന്ധിക്കുന്ന, അതുമല്ലെങ്കിൽ സാത്താനെ കാൽക്കീഴിലാക്കിയ ഒരു സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്. ഇത്തരത്തിലുള്ളത് ഈ ഒരു ധ്യാനചിന്ത ഞാൻ 3 ധ്യാനചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഒന്നാമതായിട്ട്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിൽ സ്വർഗം സന്തോഷിച്ചു, ഭൂതലത്തിന് വലിയ പ്രതീക്ഷയുണ്ടായി, നരകം ഭയന്നു വിറച്ചു. അപ്പോൾ ഓരോ മരിയൻ ഉടമ്പടി എടുക്കുമ്പോഴും നമ്മളൊരു വീണ്ടും ജനനത്തിലേക്കുള്ള ഒരു വിളിയാണ് ഈ ഉടമ്പടി നമുക്ക് നൽകുന്നത്. ക്രൈസ്തവരാകട്ടെ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ മാമോദിസ സ്വീകരിച്ചവരാകാം, സ്വീകരിച്ചവരല്ലായിരിക്കാം. പക്ഷേ ആത്മാവിലുള്ള വലിയൊരു ജനനം, നാരകീയ ശക്തികളോട് അന്ത്യം വരെ പോരാടാനുള്ള ഒരു വലിയ അഭിഷേകം ഈ ഒരു പ്രത്യക്ഷീകരണത്തിലൂടെ, ആത്മാവിൻ്റെ വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകുന്നുണ്ട്. ഒന്ന് മാത്രം, വിജയം വരിക്കണം. സത്വനോട്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്ന തിന്മകളോട് സന്ധിയില്ലാതെ പോരാടാൻ നിങ്ങൾ തയ്യാറാകണം. അവസാനം വരെ അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരാകണം. അതിന് വലിയൊരു തീരുമാനം എടുക്കുവാൻ ഈ ഇന്നത്തെ വണക്കവായന നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.
അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിനും പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മഹിമയുടെ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോമിശിഹാ പീഡകൾ സഹിച്ച് മരിച്ചതിൻ്റെ മൂന്നാം നാൾ ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകമായ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശുമിശിഹ തൻ്റെ ഉയർപ്പിൻ്റെ ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദിവ്യമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദേവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സെഹ്യോനൂട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിൻ്റെ മേലും ശ്രീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാദിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
നാലാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് വിശ്വമിശിഹ ഉയർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവ് ഈ ലോകത്തിൽ നിന്നും മാലാഹമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദേവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തൻ്റെ ദിവ്യകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിക്കപ്പെട്ടു. നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കൃപാസനത്തിൻ്റെ സ്ഥാപക പിതാവായ പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ അച്ഛൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. അച്ഛന് ശരീരസൗഖ്യവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകി അനുഗ്രഹിക്കണമേ. കൃപാസനത്തിലെ എല്ലാ ശുശ്രൂഷകരെയും പ്രത്യേകിച്ച് പലക്സച്ചിനെയും മറ്റെല്ലാ ജോമോളെയും മറ്റുള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും എല്ലാ ടീമംഗങ്ങളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്നിവിടെ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ ദൈവങ്ങളെയും കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ജപമാല നമ്മൾക്ക് സമർപ്പിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹോൽമാവായ വിശുദ്ധ ഔസേപ്പേ, ശ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദത്തിൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
മൂന്നാം തീയതി ദൈവമാതാവിൻ്റെ പിറവി. ഒന്നാമത് പരിശുദ്ധ കന്യാമറിയം പിറന്ന നാളിൽ പരലോകത്തിൽ സന്തോഷവും, രണ്ടാമത് ഭൂലോകത്തിൽ പ്രതീക്ഷയും, മൂന്നാമത് നരകത്തിൽ ഭയവുമുണ്ടായി. ആദ്യം പരിശുദ്ധ കന്യകാമറിയം പിറന്ന നേരത്തിൽ മറ്റുള്ള സ്ത്രീജനങ്ങളെക്കാൾ ഉന്നതയായിരുന്നതിനാൽ ത്രിത്വത്തിൻ്റെ മൂന്നാളുകളായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ കുഞ്ഞിനെ ഏറ്റവും വാത്സല്യത്തോടെ സ്നേഹിച്ചിരുന്നു. പിതാവായ ദൈവം തൻ്റെ അധിക സ്നേഹത്തിന് പാത്രമായ കുമാരിയായും പുത്രനായ ദൈവം മനുഷ്യാവതാരം ചെയ്യുവാനുള്ള തൻ്റെ മാതാവായും പരിശുദ്ധാത്മാവായ ദൈവം തൻ്റെ വരപ്രസാദത്തിന് യോഗ്യമായ ആലയമായും കൃപാകടാക്ഷത്തോടെയും ഈ ശിശുവിനെ പാലിച്ചു കൊണ്ടുവന്നു. അത്ഭുത സൃഷ്ടിയായ ഈ ശിശു പിറന്ന ക്ഷണത്തിൽ തന്നെ തങ്ങൾക്ക് രാജ്ഞിയായി ഭവിക്കുമെന്ന സന്തോഷത്തോടെ ദൈവദൂതന്മാർ ഈ കുട്ടിയെ സ്തുതിച്ച് നമസ്കരിക്കുവാനും കൊണ്ടാടുവാനുമായി സംഘം ചേർന്ന് വന്നിരുന്നു. സർവേശ്വരൻ ഈ കന്യകയുടെ നേരെ പ്രദർശിപ്പിച്ച സ്നേഹം വേണ്ട പോലെ അറിയുന്നതിനും ഈ മാതാവിനെ പിഞ്ചൊല്ലുന്നതിനും നാം ശ്രമിക്കണം. പിറന്ന സമയത്തിൽ തന്നെ ഈ നാഥയ്ക്ക് നൽകപ്പെട്ട വരപ്രസാദത്തിൻ്റെ ആധിക്യം കണ്ട് നാം മാലാഖമാരോട് കൂടെ സന്തോഷിച്ചു. ഇന്നു മുതൽ മരണപര്യന്തം ഈ രാജ്ഞിയുടെ സങ്കേതം പ്രാപിച്ച് ജീവിപ്പാൻ പ്രത്യേകം താല്പര്യപ്പെടുകയും വേണം. രണ്ടാമത്, സർവേശ്വരൻ ആദ്യ മനുഷ്യനോട് ചെയ്ത വാഗ്ദാനത്തിന് തക്കവണ്ണം മനുഷ്യരെ വീണ്ടും രക്ഷിപ്പാൻ ഒരു രക്ഷകൻ വരുമെന്ന് ഏറ്റവും വലിയ ആശയോടെ 4000 വർഷം വരെയും പൂർവ്വപിതാക്കന്മാർ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കയിൽ പാപത്താൽ പിശാചിൻ്റെ ക്രൂരദാസ്യത്തിൽപ്പെട്ട നിർഭാഗ്യരായ മനുഷ്യരെ രക്ഷിപ്പാനുള്ള നേരം അടുത്തപ്പോൾ ഭൂമിക്ക് പ്രകാശവും ഫലവും കൊടുക്കുന്ന സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഉദയകാല നക്ഷത്രം കാണപ്പെടുന്നത് പോലെ പാപാന്തകാരം നീക്കി ആത്മീയ പ്രകാശം വീശുന്ന നീതി സൂര്യനായ ഈശോയുടെ വരവും സൂചിപ്പിച്ചുകൊണ്ട് ഉഷകാല നക്ഷത്രമായ കന്യകാമറിയം പിറന്നുവെന്ന് അവർ അറിഞ്ഞു. രക്ഷിതാവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നുവെന്ന് ചിന്തിച്ച് മനസ്സന്തുഷ്ടി പ്രാപിക്കുകയും ചെയ്തു. നാമും സ്നേഹത്തിന് യോഗ്യമായ ദൈവമാതാവിൻ്റെ പിറവിയെ വിചാരിച്ച് നമ്മുടെ നാഥയോട് തക്ക വണക്കവും സ്നേഹവും പ്രദർശിപ്പിക്കുകയും ഈ അമ്മയുടെ സഹായവും തുണയും പ്രാർത്ഥിക്കുകയും വേണം. മൂന്നാമത്, നരകസർപ്പമാവുന്ന പിശാചിൻ്റെ തല തകർക്കുന്നതിനായി ആദിയിൽ തന്നെ സർവേശ്വരനാൽ നിയമിക്കപ്പെട്ട കന്യക ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചു. പിറന്നതിനെ കണ്ട് അവൻ എത്രയോ സങ്കടപ്പെട്ടു. ഉത്ഭവിച്ച ക്ഷണത്തിൽ തന്നെ ഈ ശിശുവിന് പരമപിതാവായ ദൈവം കൊടുത്തരുളിയ വരപ്രസാദങ്ങളും വരങ്ങളും കണ്ട് പിശാചിനുണ്ടായ വൈര്യം എത്രയെന്ന് പറഞ്ഞറിയിക്കുവാൻ പ്രയാസം. മനുഷ്യസന്തതിയുടെ ശത്രുവായ പിശാച് അവന് സംഭവിച്ച നിർഭാഗ്യത്തിൽ മനുഷ്യരെ അകപ്പെടുത്തി തനിക്കടിമയാക്കി
നരകത്തിൽ വീഴിപ്പാൻ വളരെ പ്രയത്നിക്കുന്നു. എന്നാൽ മനുഷ്യരക്ഷകനായ ഈശോ മിശിഹായുടെ തിരുമാതാവായ ഈ കന്യക പിശാചിൻ്റെ തല തകർത്തതിനാൽ അവൻ്റെ ശക്തി പൂർവാധികം കുറഞ്ഞുപോയി എന്നതിന് സംശയമില്ല. അതുകൊണ്ട് നാം എല്ലാവരും ബലഹീനനായ പിശാചിനെ ഭയപ്പെടാതെ പരീക്ഷ വരുന്ന സമയത്തിൽ അതിനെ ജയിപ്പാൻ തക്കവണ്ണം പരിശുദ്ധ കന്യകയോട് ഏറ്റവും വലിയ ആശയോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. ദൃഷ്ടാന്തം. 1830 ആണ്ടിൽ പാരീസ് നഗരിയിൽ ഭക്തിയുള്ള ഒരു കന്യക ഉണ്ടായിരുന്നു. അവൾ ഏറിയ നാളായി സർവേശ്വരന് ഇഷ്ടമാവണ്ണം ജീവിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. ഭിക്ഷക്കാർക്കും രോഗികൾക്കും മറ്റ് അഗതികൾക്കും ദാനം ചെയ്യുന്നതിലും അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതിലും നല്ല മനസ്സും തഴക്കവും കൂടി അവൾക്കുണ്ടായിരുന്നു. ഒരു ദിവസം ആ പുണ്യവതി ധ്യാനിച്ചു കൊണ്ടിരിക്കയിൽ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച മാതാവിൻ്റെ പ്രകാശത്തോടു കൂടിയ ഒരു പടം ആകാശത്തിൽ നിന്ന് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ തിരുപ്പടത്തിൽ പരമനായികയുടെ കൈകളിൽ നിന്ന് പ്രകാശമുള്ള കതിര് വീശുകയും അപ്പോൾ തന്നോട് നേരിട്ട് പറയുന്നത് പോലെ ഒരു ശബ്ദമുണ്ടാകുകയും ചെയ്തു. ഈ കതിരുകൾ ദൈവമാതാവ് മനുഷ്യർക്ക് കൊടുക്കുന്ന ആത്മീയ വരങ്ങളുടെ അടയാളമാണ് എന്നായിരുന്നു ആ സ്വരം. അപ്പോൾ ആ പടത്തെ ചുറ്റി തങ്കവർണ്ണത്തിൽ എഴുതപ്പെട്ടിരുന്ന വാക്യമായത്: ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, അങ്ങേ സങ്കേതത്തിൽ ഓടിവരുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണമേ. ആ വാക്യം വായിച്ച ശേഷം ആ പടം താനെ തിരിയുകയും മറുവശത്ത് ദൈവമാതാവിൻ്റെ ഉചിതമായ തിരുനാമത്തിൻ്റെ ആദ്യ അക്ഷരവും അതിനുമേൽ ഒരു സ്ലീവായും അടിയിൽ ഈശോമിശിഹായുടെ തിരുഹൃദയവും ദൈവമാതാവിൻ്റെ നിർമ്മല തിരുഹൃദയവും പതിഞ്ഞിരുന്നതായി കാണപ്പെടുകയും ചെയ്തു. ആ കന്യക ഇവയെല്ലാം ഭക്തി വണക്കങ്ങളോടെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കയിൽ ഈ പടത്തിൻ്റെ മാതൃകയിൽ ഒരു പടമുണ്ടാക്കണം, ആരെങ്കിലും ആശീർവദിക്കപ്പെട്ട ഈ രൂപം ധരിച്ചുകൊണ്ട് അതിൽ എഴുതിയിരിക്കുന്ന ചെറിയ ജപം ചൊല്ലി പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവമാതാവിൻ്റെ വിശേഷമായ അനുഗ്രഹം പ്രാപിക്കും എന്ന ഒരു അശരീരി വാക്യം വീണ്ടും കേൾക്കപ്പെട്ടു. ആ കാഴ്ച മറിയുകയും ഏറെ താമസിയാതെ ഇതെല്ലാം ആ കന്യക തൻ്റെ ആത്മീയ പിതാവായ ഗുരുവിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം അതിൽ ഏതെങ്കിലും കപടത ഉണ്ടായിരിക്കുമോ എന്ന് ഭയന്ന് ഒന്നും പറയാതെ ഇരിക്കയിൽ വീണ്ടും മുൻപറഞ്ഞ പ്രകാരം തിരുപ്പടം ആ കന്യകക്ക് ദർശനമായി. ഒടുക്കമുണ്ടായ കൽപ്പനയായത് ഈ രൂപമുണ്ടാക്കാൻ താമസം ചെയ്യുന്നത് ദൈവമാതാവിന് അനിഷ്ടമായ കാര്യമാകുന്നു. ആ കന്യക അത് മേൽപ്പറഞ്ഞ ഗുരുവിനെ വീണ്ടും അറിയിച്ചു. അദ്ദേഹം മെത്രാൻ്റെ അനുവാദപ്രകാരം അത്ഭുതകരമായി കാണപ്പെട്ട ഈ രൂപത്തിൻ്റെ മാതൃകയിൽ വേറൊരു പടമുണ്ടാക്കുകയും കുറേ മാസങ്ങൾക്കിടകൊണ്ട് ആ മാതൃകയിലുള്ള രൂപങ്ങൾ അനേക ലക്ഷം ഉണ്ടാക്കി ലോകമൊക്കെയിലും പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുമൂലം എണ്ണമില്ലാത്ത അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പാപച്ചെളിയിൽ മുഴുകിക്കിടന്ന അനേകം ആളുകൾ തങ്ങളുടെ ദുഷ്ടത വിടുന്നതിന് മനസ്സില്ലാതിരുന്നിട്ടും ഈ രൂപം വാങ്ങി ധരിച്ചപ്പോൾ ഉടനെ മാനസാന്തരപ്പെടുകയുണ്ടായി. ഭേദപ്പെടാത്ത പല വ്യാധികളും ഈ രൂപം വഴിയായി നീങ്ങുകയും സൈന്യത്തിൽ ഏറിയ നാൾ ഭടന്മാർ ഈ രൂപം ഏറ്റവും പൂജിതയോടെ ധരിക്കുക മൂലം ഒരാപത്തും കൂടാതെ പോർക്കളത്തിൽ നിന്നും രക്ഷപ്പെടുകയും അനേകം പുണ്യാത്മാക്കൾ പാപത്തിന് ഹേതുവായ സ്ഥലങ്ങളിൽ അകപ്പെട്ടിട്ടും അവയിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ, ഈ അത്ഭുത രൂപം മൂലം വരുന്ന ആത്മീയ നന്മകൾ നിങ്ങൾക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇതിനെ എപ്പോഴും ഭക്തിയോടും പൂജിതയോടും കൂടെ ധരിച്ചു കൊള്ളണം. ജപം. സ്നേഹത്തിന് അതിയോഗ്യയായി പിറന്ന കന്യകാമറിയമേ, സ്നേഹത്തിന് അതിയോഗ്യയായി പിറന്ന കന്യകാമറിയമേ, സ്വസ്തി. സ്വസ്തി. നീതി സൂര്യന് മുമ്പേ ഉദിച്ച ഉഷകാല നക്ഷത്രമേ, സ്വസ്തി. സ്വസ്തി. നീ പിറന്ന നേരത്തെ ഓർത്ത് നിന്റെ തൃപ്പാദങ്ങൾ നമസ്കരിച്ചു വണങ്ങി സ്തുതിച്ചുകൊണ്ട് എന്നെ മുഴുവനും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. എനിക്ക് അക്ഷയമായ
ഭാഗ്യം തരാൻ പിറന്നവൾ നീ. സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസവും ബലഹീനന്മാർക്ക് ശക്തിയും പാപികൾക്ക് സങ്കേതവും സകല നിർഭാഗ്യർക്കും സഹായവും നീ തന്നെ. എന്റെ പാപങ്ങളുടെ കഠിനഭാരവും എന്റെ ആത്മാവിന്റെ അന്ധകാരവും എന്റെ ദുർഗുണങ്ങളും നീക്കി സർവേശ്വരൻ എന്നെ രക്ഷിപ്പാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടുവെന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവരക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അടുത്തു വരുന്നു. നെടുവീർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടൊള്ളണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധയുമായുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ നേതാക്കൾ, സത്യരാജാക്കൾ, പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃത ജപം. ദൈവമാതാവേ, ദൈവമാതാവേ, പരിശുദ്ധ കന്യകയെ, പരിശുദ്ധ കന്യകേ, അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവേ, ദൈവമാതാവേ, പരിശുദ്ധ കന്യകയെ, പരിശുദ്ധ കന്യകേ, അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവേ, ദൈവമാതാവേ, പരിശുദ്ധ കന്യകയെ, പരിശുദ്ധ കന്യകേ, അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേണ്ടി അപേക്ഷിക്കണമേ. സൽക്രിയ. ദൈവാലയത്തെയെങ്കിലും